ചീത്തയായ ടാബ്ലറ്റ് സ്ട്രിപ്പ് നമ്മളെല്ലാവരും നേരെ കുപ്പയിലേക്കാണ് എറിയുന്നത് അല്ലേ? പക്ഷേ ഇന്ന് ഈ ചെറിയ സ്ട്രിപ്പ് കൊണ്ട് ഗ്യാസ് സ്റ്റവിലെ കട്ടിപിടിച്ച അഴുക്കൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ വൃത്തിയാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കൂടെ കിച്ചണിൽ ദിവസവും ഉപകാരപ്പെടുന്ന 5 കിടിലൻ ടിപ്പുകളും കൂടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വിനിയാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഞാൻ ഇന്ന് ആദ്യം ഒരു ഗ്യാസ് സേവിങ് ടിപ്പ് പറയാവേ. വേറൊന്നുമല്ല, ഇതുപോലെ നമ്മൾ മൺചട്ടിയിൽ മീൻകറിയൊക്കെ വെക്കുമല്ലോ ഗ്യാസിൽ വെച്ചിട്ട്. എന്താ നമ്മൾ ചെയ്യുന്നത്? ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ നനഞ്ഞ ചട്ടി എടുത്തിട്ട് നേരെ ഗ്യാസ് ഓൺ ചെയ്ത് വെക്കും. പിന്നെ ഈ ചട്ടി ഒന്ന് ചൂടായി ഇതിലെ വെള്ളമെല്ലാം വറ്റി വരണമെങ്കിൽ എന്തോരം സമയം എടുക്കുമെന്നൊന്ന് നോക്കിക്കുക. അപ്പം നമുക്ക് നഷ്ടമായി പോകുന്നത് ഗ്യാസാണ് അല്ലേ? അപ്പോൾ ഈ തെറ്റ് നിങ്ങൾ ഇനി ചെയ്യരുത്. നിങ്ങളിതുപോലെ മൺചട്ടിയിൽ മീനൊക്കെ കറി വെക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇതാണ്. ഇതുപോലെ ഒരു നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് ആ വെള്ളമയം എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങളിതുപോലെ ഗ്യാസിൽ വെച്ചിട്ട് ആദ്യം ചട്ടി ചൂടാക്കുകയാണെങ്കിൽ അത്രയും ഗ്യാസ് നമുക്ക് സേവായിട്ട് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ആ വെള്ളമെല്ലാം വറ്റി വരുന്നോടം വരെ വെറുതെ നമ്മുടെ ഗ്യാസ് കളയേണ്ടി വരും അല്ലേ? അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. മറ്റേ തെറ്റ് നിങ്ങൾ ഇനി ആവർത്തിക്കരുതേ. ഇനി നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു പ്രധാന തെറ്റ് പറയാട്ടോ. അതാണ് നമ്മുടെ ഗ്യാസ് ബില്ല് കൂടാൻ കാരണം. ഇതുപോലെ ചെറിയ പാത്രം വെച്ചിട്ട് വലിയ ബർണർ കത്തിക്കും. അപ്പോൾ തീയുടെ വലിയൊരു ഭാഗം പാത്രത്തിൻ്റെ വശങ്ങളിലൂടെ പുറത്തോട്ട് പോകും. വേവേണ്ടത് ഭക്ഷണമാണ്, പക്ഷേ കത്തുന്നത് നമ്മുടെ ഗ്യാസും പണവുമാണ്. അതുകൊണ്ട് ചെറിയ പാത്രമാണെങ്കിൽ നിങ്ങൾ ചെറിയ ബർണർ ഉപയോഗിക്കുക. വലിയ പാത്രമാണെങ്കിൽ വലിയ ബർണറെ അങ്ങനെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് സിമ്മ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാം. പലർക്കും ഒരു ശീലം ഉണ്ട് കേട്ടോ. ആദ്യം ഗ്യാസ് കത്തിക്കും, പിന്നെ ഫ്രിഡ്ജ് തുറന്ന് പച്ചക്കറി എടുക്കും, അതിനുശേഷം മസാല എടുക്കും, വെള്ളം കൊണ്ടുവരും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പാത്രം അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം മുഴുവനും നമ്മുടെ ഗ്യാസ് വെറുതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ പാചകത്തിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യാവൂ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാൽക്കം പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ കളയാനായിട്ട് നിൽക്കണ്ട കേട്ടോ. എടുത്തു കൊണ്ടുവന്ന് നമ്മുടെ കിച്ചണിൽ വെച്ചോ, നമുക്ക് ഉപകാരപ്പെടും. വേറൊന്നുമല്ല, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനൊക്കെ ചെയ്ത് എണ്ണ മെഴുക്കും ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ടാൽക്കം പൗഡർ ഈ ഗ്യാസ് സ്റ്റൗവിന് ചുറ്റും അതുപോലെ തന്നെ ഗ്യാസ് ടോപ്പിലും ഒക്കെ ആയിട്ടിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നൈറ്റ് ഉറങ്ങാൻ പോവുകയാണെങ്കിലുണ്ടല്ലോ, രാത്രി സമയങ്ങളിലാണല്ലോ പല്ലി, പാറ്റ, ഉറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് പല്ലി, പാറ്റയൊക്കെ. അപ്പം ഉറുമ്പുകൾ ഒന്നും നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിനോട് അടുക്കാത്ത, ഉറുമ്പൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബർണറൊക്കെ ശരിക്കും കത്താതെ വരും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്ത് വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പലർക്കും അത്ഭുതം തോന്നാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകുമോ എന്നൊക്കെ ചിന്തിക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. വീട്ടിൽ തക്കാളി വാങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞാൽ കേടായി പോകുന്നു എന്ന് പരാതിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് അധികം തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് അത് വെറുതെ കേടാക്കി കളയുന്നതിലും ഭേദം ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. വേറൊന്നുമല്ല, നമ്മുടെ മെഴുകുതിരി എടുക്കുക. മെഴുകുതിരി എടുത്ത് ഇതുപോലെ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയുടെ ഈ ഞെടുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതായത് ഈ കുഴി പോലെ ഇരിക്കുന്നത്, ഇവിടെ നമ്മൾ 2-3 തുള്ളി മെഴുകുതിരി ഇറ്റിച്ച് ഒഴിക്കുക. അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കട്ടിയായിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ എല്ലാ തക്കാളിയിലും ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് ചീഞ്ഞു പോകത്തില്ല, കേടായി പോകത്തില്ല. നിങ്ങൾ ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെളിയിൽ വെച്ചിരുന്നാൽ മതി. ഒരു 3-4 ആഴ്ചയെങ്കിലും ഇത് കേടുകൂടാതെ തന്നെ ഇരുന്നോളും. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു ടിപ്പാണെന്ന് തോന്നും, പക്ഷേ വീട്ടിൽ റവ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. റവ വാങ്ങിയ ഉടനെ നമ്മളിൽ പലരും അതുപോലെ തന്നെ അങ്ങോട്ട് ഒരു ഡപ്പയ്ക്കകത്തിട്ട് വെക്കും അല്ലേ? ഞാനും മുമ്പ് അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ റവയ്ക്കൊരു മണമോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കട്ടകളോ പുഴുക്കളോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ റവ ഇങ്ങനെ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചിട്ട് കുറേശ്ശെ എടുത്ത് ആവശ്യത്തിനനുസരിച്ച് വറക്കാറായിരുന്നു പതിവ്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. റവ വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതങ്ങ് വറുത്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ അത് കുറച്ച് നാൾ ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇങ്ങനെ വറുത്ത് വെക്കുന്നത് കൊണ്ട് റവയിലെ ഈർപ്പം കുറയാൻ സഹായിക്കും. അതുകൊണ്ട് കൂടുതൽ ദിവസം നിലനിൽക്കാനും സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വറുത്ത റവ ആ ചൂടോടുകൂടി തന്നെ ഡപ്പയിലോട്ട് ഇട്ട് വെക്കരുത്. അങ്ങനെ ചെയ്താൽ വീണ്ടും ഉള്ളിൽ ഈർപ്പം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനാൽ ആദ്യം റവ പൂർണ്ണമായിട്ടും തണുക്കുക, അതിനുശേഷം മാത്രമേ എടുത്ത് വെക്കാവുള്ളൂ കേട്ടോ. അപ്പം ഇതൊരു ചെറിയ ടിപ്പാണ്, പക്ഷേ അടുക്കളയിൽ ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങളാണ് പിന്നീട് വലിയ ഉപകാരങ്ങളായിട്ട് നമുക്ക് തീരുന്നത്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് തരാനായിട്ട് മറക്കരുത്. അടുത്ത ടിപ്പ് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതൊന്നും എടുക്കണമെന്നില്ല. നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ പാഴ്സൽ കൊണ്ടിരുന്ന ആ ഒരു കവറല്ലേ, അത് കഴുകി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ധാന്യപാത്രങ്ങളിലൊക്കെ ചെള്ള് കയറുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പം മഴ തുടങ്ങിയാൽ ആദ്യം പ്രശ്നമാകുന്ന ഒരു വിഷയമാണിത്. ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ ഈർപ്പം കൂടുമ്പോൾ ചെള്ളും ചെറിയ കീടങ്ങളും ഒക്കെ വരുമോ എന്ന ആശങ്കയും ചിലർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാകാം. അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മൾ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ചുരുട്ടിയെടുത്തിട്ട് നമ്മുടെ ധാന്യപാത്രങ്ങളിൽ ഇട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ചെറിയ ചെറിയ അതുപോലുള്ള പാത്രങ്ങളിലൊക്കെ ഞാൻ 2 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിളക്കം ഉണ്ടല്ലോ, ഈ തിളക്കം കാരണം ഈ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കയറത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇതുണ്ട് അരിപ്പാത്രത്തിലൊക്കെ നിങ്ങൾ ഇതുപോലെ വലുതോ ചെറുതോ ആയിട്ടുള്ള ഫോയിൽ പേപ്പർ ഇങ്ങനെ ചുരുട്ടിയോ അല്ലാതെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെള്ള് വരുന്നത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് 1/2 സ്പൂണ് അയമോദകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അയമോദകം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവില്ല, ഇല്ലെങ്കിൽ അങ്ങാടി കടകളിലൊക്കെ ചോദിച്ചാൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ അയമോദകം നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ഗുണങ്ങൾ നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാനിപ്പോൾ ഇവിടെ അയമോദകത്തിൻ്റെ വെള്ളമാണ് തിളപ്പിച്ചേക്കുന്നത് കേട്ടോ. ഈ എരിവും പുളിയും ഒക്കെ കഴിച്ചിട്ട് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമുക്കിടയിൽ അല്ലേ. അപ്പോൾ അവർക്ക് ഒരുപാട് നല്ലതാണ്. ഇതിനകത്തെ തൈമോൾ എന്ന ഘടകം ഉണ്ടല്ലോ, നമ്മുടെ അസിഡിറ്റിയും അതുപോലെ ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നല്ല അടിപൊളി ഒരു മാന്ത്രിക പാനീയമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് അനാവശ്യ കൊഴുപ്പുകളൊക്കെ കളഞ്ഞ് നമ്മുടെ മെറ്റാബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ വെള്ളം നിങ്ങൾ ഇതുപോലെ ചൂടോടുകൂടി രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ. എണ്ണമെഴുക്കും ആ ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങളും ഒക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ എലി, പല്ലി, പാറ്റ ഒക്കെ വന്നിരിക്കാറുണ്ട് വിധത്തിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലതുപോലെ ഇത് ക്ലീൻ ആക്കിയിട്ടിടണം. ഇനി നമ്മൾ എത്ര ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ അഴുക്കൊക്കെ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതേപോലത്തെ ഒരു ടാബ്ലറ്റിൻ്റെ കാലി സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള അഴുക്കുകൾ പോലും കൂടി നമുക്ക് ഈസി ആയിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് ഈ സ്ട്രിപ്പിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം വെച്ചിട്ട് ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകളെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരണ്ടി നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വളരെ ഈസി ആയിട്ട്. എന്നിട്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ കണ്ടോ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ആണെങ്കിലും ഉള്ള അഴുക്കുകളൊക്കെ നമ്മളത് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇതുപോലുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ അഴുകിയിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് അനായാസം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതുണ്ടോ, ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ആ അഴുക്കുകളൊക്കെ കണ്ടോ ഇതുപോലെ നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇനി ആരും ഇതുപോലെ കാലിയായിട്ടുള്ള ടാബ്ലറ്റിൻ്റെ കവർ കളയാനായിട്ട് നിൽക്കണ്ട കേട്ടോ. എടുത്ത് സൂക്ഷിച്ച് വെച്ചോ. ഇത് തന്നെയല്ല, ഈ ടാബ്ലറ്റ് കവർ വെച്ചിട്ട് ഇനിയും കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളൊന്നും ചിന്തിക്കാത്തത്രയും തരത്തിലുള്ള ടിപ്സുകളൊക്കെ നമുക്ക് ഈ ഒരു കാലി കവർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് മീൻ വരെ വെട്ടാം ഇത് വെച്ചിട്ട്. അപ്പം അതൊക്കെ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ.